കുഞ്ഞു മക്കളെ, വെൽക്കം ടു ദി എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. മിസ്സിന്റെ പേര് വർണിത എന്നാണ് കേട്ടോ. സോ എന്താണ്, നമുക്ക് ഇംഗ്ലീഷ് എക്സാം ആണല്ലേ മൺഡേ. ആ എക്സാമിലേക്ക് അയ്യോ മിസ്സേ, ഞങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എങ്ങനെയാ എക്സാം ഉണ്ടാവുക അല്ലെ? 4th സ്റ്റാൻഡേർഡിലെ എക്സാം ഞങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല, എങ്ങനെയാ ഉണ്ടാവുക ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും. പേടിക്കണ്ട കേട്ടോ, വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും കേട്ടോ. അപ്പൊ മിസ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് ചില വർഷങ്ങളിൽ ഇപ്പൊ കുറച്ച് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ആക്ടിവിറ്റി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിനകത്ത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും പിന്നെയും കാണുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. സോ മിസ് ആ ആക്ടിവിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നാണ്. നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ എന്റെ മക്കൾ എന്താണ്, ഇനി ഈ ഒരു ആക്ടിവിറ്റി പഠിച്ചു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണുമ്പോ ഇത് ഞാൻ പഠിച്ചതാണല്ലോ, ഇതെനിക്ക് മിസ് വർണിത മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിയാലോ മക്കളെ, ഈ ആക്ടിവിറ്റിയുടെ പേര് ക്രോസ് വേർഡ് എന്നാണ്. നോക്കടാ, ക്രോസ് വേർഡ് അല്ലെ? നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. നിങ്ങൾ എല്ലാരും എന്താണ് ഇങ്ങനെ ചെറിയ കളിക്കുടുക്കയിലോ ബാലരമയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് വേർഡ് പസിലിന്റെ ബുക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അല്ലെ? എന്താണ് ക്രോസ് വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് ക്ലൂസ് ഉണ്ടാവും അല്ലെ? ഒന്നെങ്കിലും പിക്ചർ ക്ലൂ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനെന്താ ഒരു ചെറിയൊരു സെന്റൻസ് വരും. എന്നിട്ട് നമ്മൾ ആ സെന്റൻസ് വായിച്ചിട്ട് ഇങ്ങനെ ക്രോസ് വേർഡ് ആയിട്ട് സൈഡിലേക്കും അല്ലെ, എക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇടാ, എക്രോസ് ACROSS എക്രോസ്. എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഡൗൺ ഉണ്ടാവും. ഡൗൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യെസ്, ഡൗൺ എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസേഴ്സ്, അതായത് ഈ ക്ലൂസ് ഉണ്ടല്ലോ, ഈ ക്ലൂസ് വായിച്ചിട്ട് എക്രോസ് എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ സൈഡിലേക്ക് എഴുതി പോണം. ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ താഴേക്ക് എഴുതി പോണം. ഓക്കേടാ, മനസ്സിലായല്ലോ? സോ എന്താണ്, ഇങ്ങനെയുള്ള ക്രോസ് വേർഡ് പസിലിന്റെ ബുക്സോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? മിസ്സേ ഞങ്ങൾക്ക് അറിയാം ക്രോസ് വേർഡ് എങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ അറിയാം. ഇല്ലടാ, ഇങ്ങനെ കുഞ്ഞു കള്ളികൾ ഉണ്ടാവും. ആ കള്ളികളിലൊക്കെ എന്താണ് 1 2 3 എന്നൊക്കെ പറഞ്ഞ് നമ്പേഴ്സ് ഉണ്ടാവും ഇല്ലേ? 1 2 3 അല്ലെ? ഇങ്ങനെയൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പം ഫസ്റ്റ് എന്താ പറയാ, നമ്മള് ഷുഗർ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് ആനിമൽ ഏതാണ്? ആൻഡ്. ഒരു കുഞ്ഞ് ഇൻസെക്ട് അല്ലെ? ANT ഇങ്ങനെ എഴുതി. അപ്പൊ അടുത്തത് വിത്ത് എന്താ, ഫിഷർമെൻ അല്ലെ? ഫിഷർമെൻ ഫിഷ് ക്യാച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ സാധനത്തിന് എന്താ പറയാ? NET അല്ലെ? യെസ്, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസ് വേർഡ്സ് ചെയ്യലടാ. ആ ആക്ടിവിറ്റി ആണ് കേട്ടോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. യെസ്, സോ മിസ് പറഞ്ഞു എക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ? ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ഡൗൺ എന്ന് പറയുമ്പോഴോ ടോപ്പ് ടു ഡൗൺ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കടാ. ഓക്കെ, അപ്പൊ മിസ് അപ്പൊ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്നത് ഒരു സ്പ്രിംഗ് ക്രോസ് വേർഡ് ആണ്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഇങ്ങനത്തെ വരുമെന്ന് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് കൂടുതൽ ക്ലൂസ് ഉള്ളതായിരിക്കും. ഇവിടെ ഇപ്പൊ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ടുള്ള ഒരു ക്രോസ് വേർഡ് പസിൽ ഉണ്ട്. നോക്കടാ, മിസ് കാണിച്ചു തരാം ഇത് എങ്ങനെ ചെയ്യേണ്ടത്. 1 കണ്ടോ, ഇതിന്റെ ക്ലൂ ഉണ്ടോ? 1. ഈ 1 എന്താണ്? ഇതൊരു ബട്ടർഫ്ലൈ ആണ് അല്ലെ? അപ്പൊ നമുക്കത് ഫില്ല് ചെയ്യാം. 1 എന്നുള്ളത് എവിടെയാ? യെസ്, ഇതിൽ നിങ്ങൾക്ക് എവിടെയാടാ 1 എന്നുള്ള നമ്പർ ആയിട്ട് കാണുന്നത്? ദാ കണ്ടോ, ദാ 1 എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടതാ. യെസ്, അത് 1 എന്നാണ് കേട്ടോ മാർക്ക് ചെയ്തത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ബോക്സസിൽ ഇത് ബട്ടർഫ്ലൈ അല്ലേ, അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ ബട്ടർഫ്ലൈ നമ്മൾ എഴുതാൻ വേണ്ടി പോവാണേ. എന്താ ബട്ടർഫ്ലൈന്റെ സ്പെല്ലിംഗ്? BUTTERFLY ബട്ടർഫ്ലൈ അല്ലെ? രണ്ടാമത്തെ ക്ലൂ എന്താണ്? എവിടെ രണ്ടാമത്തെ ക്ലൂ? ദാ ഇതാണെടാ രണ്ടാമത്തെ ക്ലൂ. സോ രണ്ടാമത്തെ ക്ലൂവിന് ഇതിനെന്താ പറയാ? നമുക്കറിയാം മഴവില്ല് എന്ന് പറയും അല്ലെ? മഴവില്ലിന് എന്താ ഇംഗ്ലീഷ് പറയാ? എന്താ പറയാ? യെസ്, റെയിൻബോ എന്നാണ് അല്ലെ? യെസ്, അപ്പൊ നമ്മള് ഇതിലെവിടെ 2 എവിടെ? ഇതാ 2 ആണ്. കണ്ടോ, 2 എന്നുള്ള നമ്പർ ഇവിടെ കണ്ടുപിടിച്ചോ. അപ്പൊ 2ന് താഴേക്ക് ഡൗൺ ഇല്ല അല്ലെ? ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് എഴുതാനുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ എഴുതാം RAINBOW. കണ്ടോടാ, റെയിൻബോ. കണ്ടോ, അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്പെല്ലിംഗ് അറിയാനാണെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. റെയിൻബോ കണ്ടല്ലോ മക്കളെ? യെസ്, ഇനി മൂന്നാമത്തത് എന്താണ്? ഇതിൽ ഏതാ മൂന്നാമത് വരുന്നത്? ഏതാടാ മൂന്നാമത് വരുന്നത്? ഏതാണ്? യെസ്, ഇതാ ഈ ഫ്ലവർ കണ്ടോ? ഈ ഫ്ലവർ ആണല്ലേ ഇതിൽ തേർഡ് വൺ വരുന്നത്. സോ നമ്മൾ തേർഡ് വൺ, യെസ്, ഇതാ ഇവിടെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. FLOWER. കണ്ടോ, സ്പെല്ലിംഗ് അറിയാനാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ആ ബോക്സസിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ.
ഇനി അടുത്ത നോക്കാം. 4 എവിടെയാ വരുന്നേ? 4 എവിടെ? യെസ്, ഇത് കണ്ടോടാ. ഇതെന്താണ്? അയ്യോ മിസ്സേ, ഞങ്ങൾക്ക് ഇത് ഇൻസെക്ട് ആണെന്ന് അറിയാം അല്ലെ. ഇത് എന്ത് ഇൻസെക്ട് ആണ്? നമുക്ക് നോക്കാം, അതിന്റെ ക്ലൂ ഉണ്ടാവും. 4 എവിടെ? യെസ്, ഇത് നമുക്ക് മക്കളെ ഇതിനെ ലേഡി ബേർഡ് എന്നാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ബഗിന് പറയാ ലേഡി ബേർഡ് എന്നാണ്. നമുക്കിവിടെ നോക്കാം. ഇവിടെ അതിന് ഹിന്റ് ഉണ്ടോ? ലേഡി ബേർഡ് വരില്ല, ലേഡി ബഗ് ആയിരിക്കും. കാരണം ഇത് യു ഉണ്ടല്ലേ. ഇവിടെ കണ്ടോ, ഈ ബട്ടർഫ്ലൈന്റെ യു അവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. LADYBUG. കണ്ടോ മക്കളെ, ലേഡി ബഗ് ആണത്. കണ്ടോ, ആ ഇൻസെക്ടിന് പറഞ്ഞ പേരാണ് ലേഡി ബഗ് അല്ലെ. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഇൻസെക്ടിന് എന്താ പറയാന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ കേട്ടോ. നിങ്ങളുടെ നാട്ടില് നമുക്കൊക്കെ തോട്ടത്തിലൊക്കെ ഇറങ്ങി നടത്തുന്ന കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. കുഞ്ഞു കളർ റെഡിന്റെ മേലെ ബ്ലാക്ക് സ്പോട്ട്സ് ഉള്ള ഒരു പ്രാണീനെ, ഒരു ഇൻസെക്ടിനെ. ആ ഇൻസെക്ടിന്റെ പേരെന്താണെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മിസ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോ നാട്ടിലും ഇതിനൊക്കെ ഓരോരോ പേരാണെടാ പറയാ. അപ്പൊ നമുക്ക് നോക്കാലോ. യെസ്, ഇനി അടുത്ത നോക്ക് മക്കളെ. ഇനി എന്താ? അപ്പൊ നമ്മൾ 4 ചെയ്തു. 5 ഇതെന്താടാ? 5 ഈ നിങ്ങളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാരാണ്? ഫ്രോഗ് ആണ് അല്ലെ. യെസ്, ഇവിടെ ഓൾറെഡി നോക്ക് മക്കളെ, F കൊടുത്തിട്ടില്ലേ. ഇവിടെ F കണ്ടോ. അപ്പൊ മിസ് അവിടെ ബാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ. അയ്യോ, ആ F മാഞ്ഞു പോയല്ലോ. യെസ്, F അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നേ. അപ്പൊ മിസ് അവിടെ എഴുതട്ടെ, FROG, ഫ്രോഗ് എഴുതി കഴിഞ്ഞല്ലോ. ഇനി എന്താ ഉള്ളത്? 5 എഴുതി. ഇനി ഇതാ മക്കളെ 6 ആണുള്ളത് അല്ലെ. യെസ്, 6 ആണുള്ളത്. അപ്പൊ 6 എവിടെ? 6 കണ്ടുപിടിക്കണല്ലോ. ഇതാ 6 എന്താണ്? 6 ഒരു ക്ലൗഡ് ആണ്. ക്ലൗഡിന് എന്താണ്? എന്തോ ഒന്നിങ്ങനെ വീഴുന്നുണ്ട് അല്ലെ. മഴയല്ലേടാ, റെയിൻ അല്ലേ. യെസ്, അപ്പൊ ഇവിടെ കണ്ടോ 4 എണ്ണം കറക്റ്റ്. RAIN, റെയിൻ. സിമ്പിൾ അല്ലേ. യെസ്, ഇനി അടുത്ത നോക്ക് മക്കളെ. 7 എന്താ? 7 എവിടെ? ഇതാ ഒച്ച്. എന്താടാ ഒച്ചിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാ? കേക്കട്ടെ. യെസ്, സ്നെയിൽ എന്നാണല്ലേ പറയാ. ഒച്ചിന് സ്നെയിൽ എന്നാണ് പറയാ. നമുക്ക് നോക്കാം എവിടെ നമ്മൾ ഫില്ല് ചെയ്യാ. ഇതാ കണ്ടോടാ, SNAIL, സ്നെയിൽ. സോ കണ്ടോ മക്കളെ, ഒരു ക്രോസ് വേർഡ് പസിൽ എങ്ങനെയാ ഫില്ല് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ചിത്രങ്ങൾ തന്നിട്ടല്ല ഫില്ല് ചെയ്യാനുണ്ടാവുക, കുറച്ച് ക്ലൂസ് ആണ് ഉണ്ടാവുക. സോ മിസ്സില്ലടാ പേപ്പർ ബോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയില്ലേ, നിങ്ങൾ പഠിച്ചിട്ടായിരുന്നില്ലേ അന്നയുടെ സ്റ്റോറിയിൽ നിന്നുള്ള ഇതിന്റെ മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ച 2 ക്രോസ് വേർഡ് പസിൽസ് ഒന്ന് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ ഓക്കെ മക്കളെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ഇത് കണ്ടോ, ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ക്രോസ് വേർഡ് പസിൽ. ഓക്കെ, ഈ ഒരു പസിലാണ്. ഇനി ഇതിന്റെ ക്ലൂസ് എവിടെയാണെന്ന് നോക്കാം. ക്ലൂസ് കണ്ടോ, ഡൗൺ എന്ന് പറഞ്ഞ് ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്രോസ് എന്ന് പറഞ്ഞ് 2 ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുപോലെ മക്കളെ, ഇതാ ഈ ഒരു പാസേജിൽ നിന്നാണ് ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് വന്നിട്ടുണ്ടാവുക. നമുക്ക് ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. Anna looked at the boy through the corner of her eyes. Suddenly, she saw the boat getting caught in a heap of mud and stones. Water splashed against it and slowly flooded it. In a flash, the boy jumped into the stream and pulled the boat out of the water. He gave it to Anna. കണ്ടുടാ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഈ സ്റ്റോറിന്റെ അകത്ത്. അന്ന ഷീ മേക്സ് പേപ്പർ ബോട്ട്സ് അല്ലെ. ആൻഡ് വാട്ട് ഹാപ്പൻസ്? a boy, a fat boy comes and he destroys all her boats അല്ലെ. ബോട്ട് ഒക്കെ നശിപ്പിക്കുന്നു. ആൻഡ് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്? ഇവളുടെ ആന്റ് ആയിട്ടുള്ള അരുന്ധതി ആന്റി മേക്ക് സം ബോട്ട്സ് ഫോർ ഹർ അല്ലെ. അവർക്ക് വേണ്ടി കുറച്ച് ബോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നു. ആൻഡ് she gives some of these boats to him and he also becomes happy and finally they become friends അല്ലെ. സോ അതാണ് ആ സ്റ്റോറി. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഡൗണിലേക്കുള്ള ക്ലൂ നോക്കടാ. ഫസ്റ്റ് വൺ, നമ്പർ 1 ആണ്. Anna looked at the boy through the corner of her. എന്തായിരുന്നു? Anna looked at the boy through the corner of her eye ആണല്ലേ. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ ഐ എന്ന് എഴുതും. ഇനി നമ്മൾ എന്താണ് മക്കളെ ഇവിടെ ഫില്ല് ചെയ്യണം അല്ലേ. 1 എവിടെ? യെസ്, 1 ഇതാ നമുക്ക് താഴേക്കാണല്ലോ. EYES, ഐസ് അല്ലെ. കണ്ണുകൾ എന്നുള്ളതാണ് ഐസ്. അതെന്നെയല്ലേ വരിക. നോക്ക്, എവിടെ? യെസ്, ത്രൂ ഹെർ ഐസ്. കണ്ടോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ദ ബോട്ട് വാസ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് ഡാഷ് ആൻഡ് സ്റ്റോൺ. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ട് നന്നായിട്ട് അറിയാം അവിടെ എന്ത് വേർഡാ വരാൻ പോകുന്നത്. യെസ്, എന്താണ്? മഡ്.
അല്ലെ? മഡ് എന്ന് പറഞ്ഞ എന്താ മക്കളെ? ചെളിയാണ് അല്ലെ? മഡ് എന്ന് പറഞ്ഞ ചെളിയാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ? 2 എവിടെ? അക്രോസ് ആണ്, സോറി ഡൗൺ ആണ് കേട്ടോ, അത് താഴേക്കാണ് എഴുതേണ്ടത്. അപ്പൊ നോക്കാം, എവിടെ മഡ്? എവിടെ മഡ്? 2 അല്ലേ? യെസ്, 2 എവിടെ? 2 MUD മഡ്. കണ്ടോടാ, സിമ്പിൾ അല്ലേ? ഇനി അടുത്ത നോക്കാം. The boy gave the dash to Anna. ബോയ് എന്താണ് അന്നയ്ക്ക് കൊടുത്തത്? എന്താ? ബോട്ട് ആണല്ലേ? യെസ്, ബോയ് ഗേവ് ദി ബോട്ട് ടു അന്ന. അപ്പൊ നമുക്ക് 3 ഇല്ലേ? 3 ഇങ്ങനെ താഴേക്ക്. യെസ്, ഇതാടാ ബി. ബി ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. BOAT ബോട്ട്. കണ്ടോ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അക്രോസ് നോക്കാം അല്ലെ? സൈഡിലേക്കുള്ളത് നോക്കാം. The boy jumped into the dash and saved the boat. ബോയ് എന്തിലേക്കാണ്? സീയിലേക്കാണോ ചാടിയത്? അല്ല. റിവറിലേക്കാണോ ചാടിയത്? അല്ല. പോണ്ടിലേക്കാണോ ചാടിയത്? അല്ല. പിന്നെ എന്തിലേക്കാണ്? സ്ട്രീമിലേക്കാണ് അല്ലേടാ? യെസ്, നോക്കിയോക്കെ, എവിടെ? The boy jumped into the stream and pulled the boat അല്ലെ? സോ ഇവിടെ എന്താണ്? 4 ആണ് അല്ലെ? നാലാമത്തെ നമ്മൾ ഇവിടെ എന്ത് ഫില്ല് ചെയ്യടാ? യെസ്, ഇവിടെ 4 STREAM നിങ്ങൾ എഴുതണ്ട, ഓൾറെഡി എഴുതി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാ. സ്ട്രീം അല്ലേ? അവിടെ കിട്ടിയില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിലും ആ ടിയും എമ്മും ഒക്കെ വെച്ചിട്ട് ടി സെക്കൻഡ് ലെറ്റർ വരുന്ന വേർഡ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടില്ലേ? ഓക്കേടാ. ഇനി നമ്മൾ ലാസ്റ്റ് ക്ലൂ ആണ്. വാട്ടർ ഡാഷ് അഗെയിൻസ്റ്റ് ദ ബോട്ട്. വാട്ടർ ഡാഷ് അഗെയിൻസ്റ്റ് ദ ബോട്ട്. വെള്ളം ഇങ്ങനെ ആ ബോട്ടിന്റെ മേലേക്ക് തെറിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെന്താ പറയാ? നമുക്ക് നോക്കാം. 5 S ഉണ്ട്, A ഉണ്ട്, ലാസ്റ്റ് ഒരു ED ഉണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും എന്തായിരുന്നു. അപ്പൊ എന്റെ കുട്ടിയൊക്കെ ടെക്സ്റ്റിൽ വായിച്ചത് ഓർമ്മ വരും. എന്താണിടാ? യെസ്, എവിടെ? Suddenly she saw the boat getting caught in a heap of mud and stone. Water splashed against it അല്ലേ? സോ എന്താണ് ആ വേർഡ്? സ്പ്ലാഷ്ഡ് ആണല്ലേടാ. SPLASHED സ്പ്ലാഷ്ഡ്. കണ്ടോ? നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഇത് കുറച്ചും കൂടെ വേറൊരു വർഷത്തിൽ വന്നിട്ടില്ല കേട്ടോ. ഇതിൽ കണ്ടോ 1 2 3 എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എത്ര ലെറ്റേഴ്സ് ആണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം ചിലതിന് നമുക്ക് സ്പേസ് ഉണ്ടെന്നാണെങ്കിലും അത്രയും ലെറ്റർ വരുന്നില്ല. നമുക്ക് നോക്കാം അല്ലെ? അക്രോസ്. അപ്പൊ അക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ സൈഡിലേക്ക് അല്ലെ? അന്ന പ്ലേസ് ദി പേപ്പർ ബോട്ട്സ് ഇൻ ദി ഡാഷ്. എന്തിനാണ്? 1 എന്താടാ? ഓക്കെ, 1 നമ്മൾ ഓൾറെഡി ഫിൽ ചെയ്താണ്. S വെച്ചിട്ടുള്ള വാക്ക് STREAM സ്ട്രീം ആണ് അല്ലെ? യെസ്. അടുത്തത് The fat boy went dash Anna. എന്താ? 4 അല്ലെ? The fat boy went 4 ലെറ്റർ വേർഡ് അല്ലേടാ? ഇവിടെ നോക്കിയേ, 4 ലെറ്റർ വേർഡ് ആണ്. NEAR നിയർ അന്ന അല്ലെ? അന്നയുടെ അടുത്തേക്ക് പോയി, നിയർ അന്ന. ഓക്കെ, ഇനി മൂന്നാമത്തതോ? ട്രാവലർ ഫ്ലോ ഇൻ വാട്ടർ. വെള്ളത്തിലൂടെ ഒഴുകുക. ട്രാവലർ ഫ്ലോ ഇൻ വാട്ടർ. അതെന്താ വരടാ? തേർഡ് വേർഡ് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഒന്ന് ഓർത്ത് നോക്കിയേ. ഏതാണ്ടാ വാക്ക്? യെസ്, ദ ബോട്ട് സെയിൽഡ് ഇൻ വാട്ടർ. വെള്ളത്തിലൂടെ ആ ബോട്ട് ഒഴുകി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താണത്? SAIL സെയിൽ ആണ് ആ വേർഡ്. ഓക്കെ, ദെൻ ഇനി നോക്കാം. അപ്പൊ നമ്മൾ അക്രോസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഡൗൺ 2 എണ്ണം കൂടി ഉള്ളടാ. ഓക്കെ, സെക്കൻഡ് ആണ്. ദിസ് മേക്സ് ദി എർത്ത് കൂൾ ആൻഡ് ഹാപ്പി. എർത്തിനെ കൂൾ ആൻഡ് ഹാപ്പി ആക്കുന്നത് എന്താണ്? നമുക്ക് നോക്കാം. 2 താഴേക്ക്. എടാ, ഒരു A എഴുതി കഴിഞ്ഞാൽ സെറ്റ് ആയില്ലേ? RAIN. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നോക്കണേ. യെസ്, when it rains children like to play with it. അപ്പൊ അതിന്റെ ആൻസർ പറഞ്ഞതിന് മുന്നേ മക്കളെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മിസ്സിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ മിസ്സിന് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ മിസ്സിന് ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയും കുറെ വീഡിയോസ് ഒക്കെ വരാനുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ ആൻസർ നോക്കാം മക്കളെ. when it rains children like to play with it. മഴ പെയ്യുന്ന സമയത്ത് കുട്ടിയൊക്കെ അത് വെച്ചല്ല, അതിൽ കളിക്കാൻ ഇഷ്ടമാണ്. എന്തായിരിക്കും? മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നിറഞ്ഞ് നമ്മുടെ മുറ്റത്തൊക്കെ എന്താണ്? ചെളി നിറയൂല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, ചെളിയാണോ അല്ലെങ്കിൽ ബോട്ടാണോ? യെസ്, 5 നോക്കും മക്കളെ. 5 അല്ലെ? ഡൗൺ ആണ്, 5 ആണ്. യെസ്, മഡാണ് വരിക അല്ലെ? MUD. അപ്പൊ മിസ് 6 ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും?
അത് നിങ്ങൾ പേടിക്കണ്ട. 3 letters ആണ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 3 letter ആണ് വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ താഴെയുള്ളത് മൈൻഡ് ചെയ്യണ്ട. അത് കുഴപ്പമില്ല കേട്ടോ. യെസ്. സോ എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മക്കളെ. അത് MUD എന്നുള്ളതാണ് കേട്ടോ. 3 letters അല്ലേ? 1 2 3 3 letter വേർഡ് ആണ് മഡ്. സോ എന്റെ മക്കൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും മിസ് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മക്കളെ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മിസ് പറഞ്ഞല്ലോ കമന്റ് ചെയ്യണം. സോ ഇനി എന്താണ്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ക്ലാസ് കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ ബൈ.